സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസം കഴിഞ്ഞു. ഒരുപാട് ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് നാം സമർപ്പിച്ചു. ജപമാല വണക്കത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാം എന്തൊക്കെ ചെയ്താലും അതെല്ലാം പരിശുദ്ധ അമ്മ സ്വീകരിച്ച് നമ്മുടെ യാചനകൾ ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുമെന്ന് നമുക്കറിയാം. ഞാനിന്ന് നിൽക്കുന്നത് ഈസ്റ്റ് പുത്തഞ്ചിറ സെയിൻറ് ജോസഫ്സ് ഇടവകയിലെ കാറ്റിസം വിദ്യാർത്ഥികളുടെ കൂടെയാണ്. ജപമാല ഭക്തി പ്രോത്സാഹിപ്പിക്കാൻ അവർ ചെയ്തൊരു കാര്യം അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു മാസം, ഒക്ടോബർ മാസം, നമ്മൾ ജപമാല മാസമായിട്ട് ആചരിക്കുകയായിരുന്നു. നമ്മൾ ഈസ്റ്റ് പുത്തഞ്ചിറ സെൻറ് ജോസഫ് ഇടവകയിലെ നമ്മുടെ മതബോധന വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ ജപമാല ഉണ്ടാക്കി, പല വസ്തുക്കൾ കൊണ്ട് ജപമാല ഉണ്ടാക്കി നമ്മുടെ കാറ്റിസം ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരികയും അവരവരുടെ കഴിവുകൾ തെളിയിക്കുകയും ചെയ്തു. ജോൺ ബോൾ പാപ്പ പറയുന്നത് പോലെ ജപമാലയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമെന്ന്. അതിനാൽ നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ഇടവകയിലും നമ്മുടെ വീടുകളിലും യൂണിറ്റുകളിലും അതുപോലെ നമ്മുടെ മതബോധന ക്ലാസ്സുകളിലുമെല്ലാം നമ്മൾ ജപമാല പ്രാർത്ഥിച്ച ഒരു മാസമായിരുന്നു. ഇനിയും ജപമാല ചൊല്ലുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മളിപ്പോൾ കാണുന്നത് ഈസ്റ്റ് പുത്തഞ്ചിറ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾ അവർ തന്നെ ഉണ്ടാക്കിയ ജപമാലയാണ്. തെർമോക്കോളും പ്ലാസ്റ്റിക്കും ഒഴികെ ബാക്കി എന്ത് മെറ്റീരിയൽ കൊണ്ടും ഉണ്ടാക്കാമെന്നായിരുന്നു അവർക്ക് കിട്ടിയ ഒരു നിബന്ധന. അതുപയോഗിച്ച് അവർ പച്ചക്കറികളും അതുപോലെ പേപ്പറും എന്തൊക്കെ ഉപയോഗിച്ച് ജപമാല ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ജപമാല ഉണ്ടാക്കി പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഇന്നിവിടെ ഒരു എക്സിബിഷന് വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ അവരുടെ അധ്വാനമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ മാതാപിതാക്കളുടെ സപ്പോർട്ടുണ്ട്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. മനമുരുകിയ മൗനം അമ്മ മനസ്സല്ലേ, മിഴി നിറയണ നോവും അമ്മ തുടക്കില്ലേ, സ്വർഗം ചേർന്നൊരു മാറിൽ ഒരു കുഞ്ഞായി മാറിയിടാ, സ്വപ്നം ചാഞ്ഞൊരു തോളി ഇൻ ജീവിതമേകിടാ, കണ്ണീരിൻ കാലത്ത് പുഞ്ചിരി തൂകി ചാരത്ത് ഒരു നാളും മാറാതെ മേരി എന്നമ്മ. യേശു നിറഞ്ഞതേ അമ്മ പൂന്തോപ്പിൽ, യേശു വളർന്നതേ അമ്മ താരാട്ടിൽ, യേശുയെ ഞാൻ കണ്ടത് അമ്മ മടിത്തട്ടിൽ, ഈശോയ്ക്ക് അമ്മയൊരുക്കിയ സ്നേഹ പൂന്തട്ട്. ആകാശം പോലെ ഒരുങ്ങിയ ഉള്ളും നന്മ ചൊരിയല്ലേ, ആത്മാവിൽ മഴയായി പൊഴിയണ മേഘം പെയ്തു നിറയല്ലേ, മിഴിയോരം തണലായി തേടിയണഞ്ഞപ്പോൾ. ഈ ജപമാല ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുട്ടികളെയും അവരെ സഹായിച്ച മാതാപിതാക്കളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.